ബുദ്ധിമാനെ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാളെ തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാൾ അതിബുദ്ധിമാനെന്ന് അഹങ്കരിക്കേണ്ട. ഇതൊന്നും ഇല്ലാത്തവൻ മന്ദബുദ്ധിയാണെന്ന് വിഷമിക്കുകയും വേണ്ട. ഇതിലെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്കൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ആണ് കൂടുതലും നിരീക്ഷണങ്ങൾ നടത്തി അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പലയിടത്തിൽ നിന്നും വായിച്ച് ഉള്ള അറിവുകൾ പങ്കുവയ്ക്കുന്നത് രസകരമായിരിക്കുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ബുദ്ധിയുള്ള ഒരാളെ തിരിച്ചറിയുന്നതിനുള്ള ഏതാനും ലക്ഷണങ്ങൾ ഒരു 10-15 ഉണ്ട് ഇവിടെ പറയാമെന്ന് കരുതുകയാണ്. അത് ബുദ്ധിയുള്ള ഒരാൾ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമായി ബന്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു സ്ഥലം കാണുകയാണെങ്കിൽ ബുദ്ധിയുള്ള ഒരാളെ പറയും, ഇത് ഇന്ന സ്ഥലം പോലെയല്ലേ ഇരിക്കുന്നത്. അതുപോലെ ഒരാളെ കാണുകയാണെങ്കിൽ അത് ഇന്ന ആളെ പോലെയല്ലേ ഇരിക്കുന്നത്, അയാളുടെ സ്വഭാവമൊക്കെ ആയിരിക്കില്ലേ ഇയാൾക്ക്, അങ്ങനെ ഉപമിക്കുക. അങ്ങനെയുള്ളൊരു സ്വഭാവം ബുദ്ധിമാൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. പിന്നെ പ്രത്യേകതരം ചില ഹോബികളുണ്ടായിരിക്കുന്നതാണ്. അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഹോബികൾ. അതായത് ഈ ബസ് ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കുക, പഴയ കുപ്പിയെല്ലാം സൂക്ഷിച്ച് വെക്കുക, പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കളയാതെ സൂക്ഷിച്ച് വെക്കുക. പക്ഷെ അതുകൊണ്ട് ഉപകാരമുണ്ട്. ഈ പഴയ സാധനങ്ങളുടെയൊക്കെ ചില പാർട്സ് എടുത്ത് നമുക്ക് പുതിയ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത്രയും പരിസ്ഥിതിക്ക് ദോഷം കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളുമുണ്ട്. പിന്നെ ഇവർക്ക് പൂച്ചയോട് അമിതമായ ഇഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. അത് പട്ടിയേക്കാളും ഇഷ്ടം ഇവർക്ക് പൂച്ചയോടായിരിക്കുന്നത്. അതിനെ താലോലിക്കുക, അങ്ങനെ. പിന്നെ നമ്മൾ കളിയാക്കിയപ്പോഴായിട്ടല്ല പൂച്ച സന്യാസി എന്ന്, അങ്ങനെ ഒരു ദോഷവശവും കണ്ടെത്താം. പിന്നെ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെട്ട് കഴിയുന്നത്. ഏത് സാഹചര്യത്തിലും അവർ അതുമായിട്ട് ഒത്തിണങ്ങി പോകാനുള്ള കഴിവ് അവർക്കുണ്ട്. പിന്നെ ഇവർ താമസിച്ചായിരിക്കും ഉറങ്ങുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഉണരാനും താമസിക്കുമെന്ന്. അത് നമുക്കത്ര അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, എങ്കിലും അങ്ങനെയാണ് പലരും പറയുന്നത്. പിന്നെ ജീവിതം കലുഷിതമായിരിക്കുന്ന അവരുടെ, അത് ചെയ്തു തീർന്നില്ലല്ലോ, അത് ശരിയായില്ലല്ലോ, കുറച്ചുകൂടി ശരിയാക്കാൻ വഴിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ജിജ്ഞാസയായിരിക്കുന്നു. എപ്പോഴും എന്തിനെക്കുറിച്ചും അവർക്ക് അറിയാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ടായിരിക്കും. അതെന്താണ് അങ്ങനെ, എന്തുകൊണ്ട്, അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാര്യം, അതിനെക്കുറിച്ച് അവർക്ക് ജിജ്ഞാസ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്ന അവർക്ക് നർമ്മബോധം കുറവായിരിക്കും. അത് അത്ര അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചിലർക്ക് നർമ്മബോധം കുറവായിരിക്കും, പക്ഷെ നർമ്മബോധമുള്ളവരുണ്ട്. പിന്നെ അമിതമായി ബഹളം വെക്കുന്ന സ്വഭാവമായിരിക്കില്ല. അതായത് സംസാരമൊക്കെ മിതമായ ശബ്ദം താഴ്ത്തിയായിരിക്കും. അതായത് വലിയ ഒച്ചപ്പാട് ബഹളമൊന്നും ഇല്ലാത്ത ജീവിതമായിരിക്കും. പിന്നെ ജീവിതമെല്ലാം ആസൂത്രിതമായിരിക്കും. നേരത്തെ എല്ലാം ക്രമപ്പെടുത്തിയ രീതിയിലായിരിക്കും. പിന്നെ സമയത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കും. ഒരു സമയം പോലും അവർ വെറുതെ കളയാൻ വേണ്ടി ശ്രമിക്കുകയില്ല. പരമാവധി സമയം ഉപയോഗപ്പെടുത്തും. അതങ്ങനെയാണല്ലോ. നമ്മൾ കളയുന്ന ഒരു സെക്കൻഡ് പോലും നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ സമയത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കും. പിന്നെ അവരാരും പൊങ്ങച്ചം പറയാറില്ല. അതായത് ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. അവരാ ചെയ്യുന്ന കാര്യങ്ങൾ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്ന് പറയില്ല എന്ന് പറഞ്ഞതുപോലെ അവരാരെയും അറിയിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, അവരവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. പിന്നെ ചില സമയം അലസതയായിരിക്കും. അതായത് അവർക്ക് അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാനുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കുമ്പം എല്ലാം ഒരു വലിച്ചു വാരിയിട്ടിരിക്കുന്നു, ഒന്നിനൊരു ഇതില്ല, ഒരടുക്കും ചിട്ടയൊന്നുമില്ല, അവിടെ ഇവിടെയെല്ലാം ആയിട്ടിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഇവർക്ക് തുറന്ന മനസ്സായിരിക്കും എന്ന് പറയുന്നത്. അത് വിശാല മനസ്ഥിതി എന്ന് പറയും. മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാനുള്ള ആ സന്മനസ്സ്
അവർക്കുണ്ടായിരിക്കും. അങ്ങനെ തുറന്ന മനസ്സായിരിക്കും. പിന്നെ അവർക്ക് ഈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നില്ലെങ്കിൽ, അത് ശരിയായി നടന്നില്ലെങ്കിൽ അവർക്ക് ഒരു അതൃപ്തിയായിരിക്കും. അത് ചിലരത് നാക്ക് കടിച്ച് അതൃപ്തി പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ അതൃപ്തി പ്രകടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള 10-15 കാര്യങ്ങളാണ് ബുദ്ധിയുള്ള ഒരാളെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഒന്നും ഉള്ളവരും ബുദ്ധിമാനായിരിക്കണമെന്നില്ല, ഒന്നുമില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരായിരിക്കണമെന്നില്ല. എങ്കിലും കൗതുകത്തിന് വേണ്ടി ഇത് നമുക്ക് ആലോചനയിൽ വെക്കാം, അത്രമാത്രം.